ഹായ് ഹലോ എല്ലാവർക്കും പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മുടെ വിക്രമിൻ്റെ അമ്മയും കൂടെ ചോറ് കഴിക്കുന്നതിനെക്കുറിച്ചുള്ള സംസാരമായിരുന്നു. അപ്പോൾ അതായിരുന്നു തുടക്കം കാണിക്കുന്നത്. വിക്രത്തിനെ വിളിച്ച് കമല പറയുന്നുണ്ട് വരണം എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഇല്ല എനിക്ക് ഇവിടെ കുറച്ച് ജോലിയൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ കമല പറയണേ ശരി എന്നാൽ നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ എന്ന് പറഞ്ഞ് സങ്കടത്തോടുകൂടി ഫോൺ വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ വേദ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വേദ ഇങ്ങനെ എന്തോ മനസ്സിൽ ഉറപ്പിച്ചിട്ട് എന്തോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ്. എന്നിട്ട് വേദ നേരെ അങ്ങ് അടുക്കളയിലോട്ട് കയറുകയാണ്. അടുക്കളയിൽ ചെല്ലുമ്പോൾ നമ്മുടെ നന്ദിനിയും ശ്രീജയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കണം. ഒരു പാക്കറ്റ് റവയുടെ കവർ എടുത്തിട്ട് നന്ദിനിയോട് ചോദിക്കുകയാണ്, ഇത് വെച്ചൊരു ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി തന്നൂടെ എന്നിങ്ങനെ ശ്രീജയോട് ചോദിക്കുമ്പോൾ ശ്രീജ നിനക്ക് ഉണ്ടാക്കിക്കൂടെ എന്ന് നന്ദിനിയോട് മറുപടി പറയണം. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ വേദ നേരെ ചെന്ന് മലക്കറിയെല്ലാം കുറച്ചൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് പയറൊക്കെ ഉണ്ട് അത് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നന്ദിനി ചോദിക്കണം എന്താണ് ഇവിടെ പരിപാടി എന്ന് 2-3 പ്രാവശ്യം ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ വേദ പറയുകയാണ്. അപ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട് അടുക്കളയിൽ ആരും ബ്രേക്ക് ഡാൻസ് കളിക്കാനായിട്ടൊന്നും വരത്തില്ലല്ലോ, അടുക്കളയിൽ എല്ലാവരും വരുന്ന എന്തിനോ അതിനാണ് വരുന്നത്. അതൊക്കെ ശരിയായിരിക്കാം, കളിക്കുന്നവർ കളിക്കുന്നുണ്ടാവായിരിക്കാം, പക്ഷെ നീ ഇവിടെ ഒരു ജോലിയും ചെയ്യേണ്ട, അതാണ് ഞാൻ എടുത്ത തീരുമാനം എന്ന് പറയും. അപ്പോൾ വേദ ചോദിക്കുന്നു ഈ ഞാൻ ആരാണ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മുടെ നന്ദിനെ തുറച്ചു നോക്കണം. അപ്പോൾ പറയും നീ ഇവിടെ കയറി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നീ ഇവിടെ ഒന്നും ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ട് നമ്മുടെ ശ്രീജ ഇടയിൽ കയറി വന്നിട്ട് പറയുന്നുണ്ട് എന്തിനാ വെറുതെ ഇങ്ങനെ വഴക്കൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ നന്ദിനി പറയും അമ്മയ്ക്ക് ഇവിടെ കയറി ജോലി ചെയ്യുന്നതൊന്നും ഇഷ്ടമില്ല എന്ന് പറയും. അപ്പോൾ നമ്മുടെ വേദ ചോദിക്കും നന്ദിനി എടുത്തിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ടോ, അമ്മയ്ക്ക് പണ്ട് ഇവളെ ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പം ഇഷ്ടമില്ല, ഇത് എനിക്കറിയാം, അമ്മ എന്നോട് അത് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട് ശരി അമ്മയുടെ ഇതില്ലെന്നുണ്ടെങ്കിലും അച്ഛൻ എനിക്ക് നല്ല സപ്പോർട്ടാണ്, ഞാൻ നന്ദിനി ഏട്ടത്തിയുടെ കാര്യമൊക്കെ ചെന്ന് അച്ഛനോട് പറയട്ടെ എന്ന് പറയുമ്പോൾ നന്ദിനി പതുക്കെ ഒന്ന് പതുങ്ങുകയാണ്. എന്നിട്ട് നമ്മുടെ വേദ നന്ദിനിയോട് പറഞ്ഞ ഒരു കാര്യം ചെയ്യ്, അല്ല നന്ദിനി പറയണം അപ്പോൾ അച്ഛൻ്റെ സപ്പോർട്ടിലാണല്ലേ നീ ഇവിടെ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്ന് പറയുമ്പോൾ വേദ പറയും നന്ദിനി ഏട്ടത്തി ഒരു കാര്യം ചെയ്തോ, നന്ദിനി ഏട്ടത്തി അച്ഛൻ്റെ സപ്പോർട്ട് എടുത്തോ. അങ്ങനെ അവിടെ നന്ദിനിയും വേദയൊക്കെ തമ്മിൽ ഭയങ്കര ചെറിയൊരു തമാശ പോലെ വഴക്കൊക്കെ കൂടുകയൊക്കെ ചെയ്യുന്നുണ്ട്. വേദ നന്ദിനിക്കിട്ട് വിട്ടു കൊടുക്കുന്നുമില്ല. അങ്ങനെ പറയുന്നുണ്ട് ഞാൻ ചെയ്യാൻ വന്ന കാര്യം ഞാൻ ചെയ്യും, എന്നെ ആരും എതിർക്കാൻ നിൽക്കേണ്ടെന്ന് പറയുകയാണ് നമ്മുടെ വേദ. അപ്പം നന്ദിനിക്ക് നീ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇതിൽ നന്ദിനിയായിട്ട് തട്ടിക്കയറാനൊന്നും അല്ല വരുന്നത്, ഞാൻ വിക്രമിന് കുറച്ച് ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ്, ഞാൻ അതുണ്ടാക്കിയിട്ട് ഞാൻ മാറിക്കൊള്ളാം എന്നിങ്ങനെ പറയണം. അപ്പോഴത്തേക്കും ഈ സംസാരമൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ കമല അങ്ങോട്ട് വരികയാണ്. അപ്പോൾ കമല ഇങ്ങനെ വരുമ്പോഴത്തേക്കും നന്ദിനി വലിയ ആളായിട്ട് ചെന്ന് പറയുന്നുണ്ട് കണ്ടോ അമ്മേ, ഞാൻ നന്ദിനിയായിട്ട് ശ്രീജേട്ടത്തെയും കൂടെ ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുമല്ലോ, പക്ഷേ ഇവളെന്തിനാണ് ഇവിടെ വിക്രം വന്ന് കഴിക്കുന്നു നമുക്കറിയാലോ, ഇനി ഇവൾ വിക്രമിന് വേണ്ടി പ്രത്യേകമായിട്ട് ഫുഡ് എന്തിനാണ് ഉണ്ടാക്കുന്നത്, 2 അടുക്കള ഉണ്ടാക്കാനുള്ള പദ്ധതിയാണോ ഇവളുടേത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വേദ പറയും ഞാൻ അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഇവിടെ പലരും എന്നോട് പലതരത്തിലുള്ള വെറുപ്പും വിദ്വേഷമൊക്കെ കാണിക്കുന്നുണ്ട്, അത് എല്ലാം മനസ്സിൽ വെച്ചിട്ടല്ല എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം, പിന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇപ്പോൾ തൽക്കാലം ഞാൻ വിക്രമിനെ കുറിച്ച് ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ്, അതിനിവിടെ ആരും എന്നെ തടസ്സപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് നമ്മുടെ വേദ പറയുമ്പോൾ കമല പറയുന്നുണ്ട് നീ ഇനി ഇതിലൊന്നും എതിർക്കാൻ നിൽക്കേണ്ട നന്ദിനി എന്ന് പറഞ്ഞ് നന്ദിനിക്കൊരു താക്കീതും കൊടുത്തിട്ട് കമല അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പോൾ നമ്മുടെ നന്ദിനി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആകെ ഒരു ചമ്മി നാറിയതുപോലെ നിൽക്കുകയാണ്. അപ്പോൾ ശ്രീജയുടെ അടുത്ത് ശ്രീജ പറയും വേദ നീ ആവശ്യമുള്ളത് നീ ചെയ്തോ എന്നിങ്ങനെ പറയുകയാണ്. പറയുമ്പോഴത്തേക്ക് നന്ദിനിക്ക് ദേഷ്യം വന്ന് നന്ദിനി അവിടെ നിന്ന് അങ്ങ് മാറി നിൽക്കുകയാണ്. അപ്പോൾ നന്ദിനി പതുക്കെ അങ്ങോട്ട് പോകുന്നതും നമ്മുടെ വേദയും ശ്രീജയും കൂടെ പയർ വിഴുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ നമ്മുടെ നന്ദിനി എന്തോ സംസാരിക്കുമ്പോൾ വേദ പറയും നന്ദിനി എടുത്ത് പോയിട്ടൊന്നുമില്ല, ഇതെല്ലാം കേൾക്കാൻ വേണ്ടി കതവിൻ്റെ ബാക്കിൽ പതുങ്ങി നിൽക്കുന്നുണ്ടായിരിക്കുക എന്ന് പറയും. അപ്പോൾ നമ്മുടെ ശ്രീജ ഋഷി അങ്ങനെയൊന്നും ചെയ്യില്ല വേദ എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമ്മുടെ നന്ദിനി അവിടെ കഥകിൻ്റെ പുറകിൽ നിൽക്കുകയാണ്, ഇവർ തമ്മിൽ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി. ഞാനിപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പം നന്ദിനിയായിട്ട് ഓടുന്ന നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് 1 2 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേദ പെട്ടെന്ന് ഓടി കഥവിൻ്റെ അടുക്കളയിൽ എത്തുമ്പോഴും നമ്മൾ നന്ദിനി വെപ്രാളപ്പെട്ട് ഓടാൻ ശ്രമിക്കുന്നത് പൊത്തോന്ന് പറഞ്ഞു വന്ന് അവിടെ വന്ന് വീഴുകയാണ്. അങ്ങനെ വേദയുടെ നന്ദിനിയുടെ മുമ്പിൽ വേദയുടെയും ശ്രീജയുടെ മുന്നിൽ വെച്ച് ചമ്മി നാറിയൊക്കെ പതുക്കെ എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രീജ ചോദിക്കും ബാമ വല്ലതും വേണോ നന്ദിനി എന്ന് ചോദിക്കുമ്പോൾ ഒരുമാതിരി കിണുങ്ങിക്കൊണ്ട് ദേഷ്യത്തിൽ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത കാണിക്കുന്നത് നമ്മുടെ വർക്ക്ഷോപ്പാണ്. നമ്മുടെ വിക്രമും കൂട്ടുകാരും കൂടെ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്.
അപ്പോൾ അവരെല്ലാവരും ചോറ് കഴിക്കാൻ വേണ്ടി കറക്റ്റായി അങ്ങനെ അതിന് വേണ്ടി പുറപ്പെട്ടു. അപ്പോൾ നമ്മുടെ വിക്രമിനെ വിളിക്കുന്നുണ്ട്, എടാ എഴുന്നേറ്റ് വാ ചോറ് കഴിക്കാമെന്ന് 3 പേരും വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർ 3 പേര് ചോദിക്കുമ്പോഴും വിക്രം പറയുന്നുണ്ട് എനിക്ക് വേണ്ട, എനിക്കിതൊന്നുമില്ല. അപ്പം നമ്മുടെ രാജേട്ടൻ പറയുന്നുണ്ട് അച്ഛൻ്റെ വിഷമത്തിന് പറഞ്ഞതില്ല, അച്ഛൻ പറഞ്ഞത് കേട്ടത് കൊണ്ടാണ് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, അതൊക്കെ വിടറാ വിക്രമേ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വേദ ഒരു ഓട്ടോയിൽ ചോറുമായിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ജോസഫ് പറയുന്നുണ്ട്, ഓ ഇപ്പം വേദ ചോറുമായിട്ട് വരുമെന്നുള്ളത് കൊണ്ടാണല്ലേ നീ വരാതിരുന്നത്, തമാശ മട്ടിൽ പറയുകയാണ്. അപ്പോൾ വേദ ഇങ്ങനെ കയറി വരുന്ന കണ്ടുകൊണ്ടുടനെ വിക്രം ചോദിക്കുകയാണ്, എന്താണ് നീ എന്താ ഇവിടെ നോക്കുമ്പോൾ അത് ചോറും കൊണ്ട് വന്നാണ് അമ്മ വിക്രമിനെ ഉണ്ണാൻ വേണ്ടി വിളിച്ചു, പക്ഷേ വിക്രം വന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ കരുതി ആ ചോറും എടുത്ത് ഇങ്ങോട്ട് വരാമെന്ന് കരുതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് വേദ ചോദിക്കണം, അപ്പം നിങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടി പോവാൻ ഇറങ്ങിയതാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയും. അപ്പോൾ രാജേട്ടൻ പറയും അതിന് ഇവയൊന്നും ഉണ്ണാവൃതമല്ലേ കഴിക്കുന്നില്ലല്ലോ എന്ന് പറയും. അപ്പം നമ്മുടെ വേദ പറയും അതൊക്കെ ഞാൻ കഴിപ്പിച്ചോളാം, എന്തായാലും നിങ്ങൾ പോയി ചോറ് കഴിച്ചിട്ട് വാ എന്ന് പറയണം. അപ്പോഴത്തേക്കും നമ്മുടെ ജോസഫ് പറയുകയാണ്, ഓ നമ്മളിപ്പോൾ ഇവിടുന്ന് മാറിത്തരണം എന്നല്ലേ, ഓ പ്രൈവസിക്കായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ വിക്രം ദേഷ്യം വന്ന് പോടാ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അവർ 3 പേരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. അങ്ങനെ വേദയും വിക്രമും കൂടെ അടുത്ത് നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിക്രം ശകലം ദേഷ്യത്തിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പറയുമ്പോൾ നമുക്ക് ഊണ് കഴിക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് വിക്രം ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ദേഷ്യത്തോടെ നിൽക്കുമ്പോൾ വേദ ചോദിക്കും, നിങ്ങളെന്താ വിക്രം എപ്പോഴും ഈ 2 തരത്തിലുള്ള സ്വഭാവം കാണിക്കുമ്പോൾ, വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ എന്നോടൊരു സ്വഭാവം, എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ മറ്റൊരു സ്വഭാവം, അതെന്താ വിക്രം ഇങ്ങനെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിക്രം പറയും ഞാൻ എപ്പോഴും ഒരേ സ്വഭാവം തന്നെയുണ്ട്, അത് നിനക്ക് തോന്നുന്നതായിരിക്കും എന്നിങ്ങനെ വിക്രം പറയുകയാണ്. അപ്പോൾ നമ്മുടെ വേദ പറയുകയാണ്, നിങ്ങൾ വീട്ടുകാരുടെ മുന്നിൽ കാണിക്കുന്ന ഒരു ഇമേജ് ഉണ്ട് ഞാൻ തല്ലിപ്പൊളിയാണ് എന്നുള്ളത്. ഇപ്പോൾ ഇനി എൻ്റെ അടുത്ത് സ്നേഹം വല്ലതും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ മുന്നിൽ കെട്ടി വെച്ച് ആ ഇമേജ് നഷ്ടപ്പെട്ടു പോകണമെങ്കില്ല, അതുകൊണ്ടായിരിക്കും അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ വിക്രം പറയണം എനിക്ക് അങ്ങനെയൊന്നുമില്ല, അതൊക്കെ നിൻ്റെ തോന്നലാണ് എന്ന് പറയും. അപ്പം വേദ പറയും ഒരിക്കലും അല്ല, നിങ്ങൾ ഇങ്ങനത്തെ ഒരാളെ അല്ല, എനിക്ക് നിങ്ങളെ ആ സ്വഭാവത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. എന്നിട്ട് വേദ പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ എന്നോട് കാണിക്കുന്നതൊക്കെ വെറും ഒരു ഇതാണ്, നിങ്ങൾ എന്നോടുള്ള സ്നേഹമല്ല കാണിക്കുന്നത്, ശ്രീകാര്യ ശ്രീനിവാസനുള്ളൊരു കടപ്പാടാണ് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിക്രത്തിൻ്റെ അടുത്ത് ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവസാനം വിക്രത്തിൻ്റെ ദേഷ്യം വന്നിട്ട് വിക്രം പറയും ഭക്ഷണം കൊണ്ടൊന്നുമില്ല, അത് അവിടെ വെച്ചിട്ട് നീ പോകാൻ നോക്കുക എന്ന് പറയുമ്പോൾ വേദ പറയും അതിന് ഞാൻ നിങ്ങൾക്കുള്ള ഭക്ഷണം എൻ്റെ ഭക്ഷണം കൂടെ എടുത്തിട്ടുണ്ട്, നമുക്കിവിടെ ഇരുന്ന് ഒരുമിച്ച് കഴിക്കുക എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വേദ പറയുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, ആരോടോ തീർക്കുന്നത് പോലത്തെ ഒരു പാക, പക്ഷേ അത് ഞാൻ എന്താണെന്ന് കണ്ടുപിടിക്കും എന്നൊക്കെ ഇതിൻ്റെ ഇടയിൽ വേദ സംസാരിക്കുന്നുമുണ്ട്. അപ്പോൾ വിക്രം ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് കാട്ടിലും മേട്ടിലും മാത്രമല്ല എവിടെ ഇരുന്നും വിക്രമിനും വേദയ്ക്കും ആഹാരം ഒരുമിച്ച് പങ്കിടാം, അതിൽ കുഴപ്പമൊന്നുമില്ല, എന്തായിരുന്നാലും നിങ്ങൾ പോയി കൈ കഴുകിയിട്ട് വായെന്ന് പറയുമ്പോൾ വിക്രം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് വേദ പറയുന്നുണ്ട് എന്തായിരുന്നാലും മനസ്സിൽ വന്ന പുഞ്ചിരി ഇനി വെളിയിലോട്ട് എടുക്കാതിരിക്കണ്ട, ആ ഗൗരവം കാണിച്ച് ആ പുഞ്ചിരി കളയണ്ട, പോയി കൈ കഴുകിയിട്ട് വാ എന്ന് പറയുമ്പോൾ വിക്രം പതിയെ ഒന്ന് ചിരിച്ചിട്ട് കൈ കഴുകാനായിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ വിക്രം ഇങ്ങനെ പോകുന്നത് നോക്കി ചിരിച്ചുകൊണ്ട് നിന്നിട്ട് പിന്നെ നമ്മുടെ വേദ ചെന്ന് ചോറൊക്കെ വിളമ്പാനായിട്ട് ഇലയൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കുന്നു. അങ്ങനെ അവർ കഴിക്കുന്ന രംഗമൊന്നും കാണിക്കുന്നില്ല, അത്രയായിട്ട് കാണിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് രാത്രിയിലാണ്. രാത്രി നമ്മുടെ വിക്രം വീട്ടിൽ ആ റൂമിലകത്തോട്ട് കയറിയിട്ട് ഓരോന്നൊക്കെ ചെയ്യണം. അപ്പം നമ്മുടെ വേദയും അവിടേക്ക് വന്നിട്ട് ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട് നീ ഇതൊന്നും ചെയ്യാൻ നിൽക്കണ്ട, നീ അപ്പുറത്ത് എങ്ങാനും പോയി കിടക്കും. അപ്പോൾ പറയും വേണ്ട, എന്തായാലും നിങ്ങളെൻ്റെ ഭർത്താവായി പോയില്ലേ, ഞാനും ചെയ്യണമല്ലോ എന്നിങ്ങനെ ഓരോന്ന് പറയണം. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് നമ്മുടെ ശ്രീജയും വിഷുവും കൂടെ വരികയാണ്. ശ്രീജയും വിഷുവും കൂടെ വന്നിട്ട് ഓരോ കാര്യങ്ങൾക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ വിശ്വം പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് നമുക്കിതൊക്കെ റെഡിയാക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പൈസ, അപ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ കുറച്ച് പൈസ അഡ്വാൻസ് കമ്പനിയോട് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അതിൽ ഇവിടെ ഈ റൂമൊക്കെ ഒന്ന് റെഡിയാക്കി കുറച്ച് ഫർണിച്ചറൊക്കെ ഇട്ടതിന് ശേഷം ശ്രീജയ്ക്ക് ഒരു മാലയും കൂടെ വാങ്ങണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിശ്വം ശ്രീജയോട് പറയുന്നുണ്ട് പിന്നെ അതിന് താ ശ്രീജ എന്ന് പറഞ്ഞിട്ട് ഒരു കവറെടുത്ത് വിക്രമിൻ്റെ നേരെ നീട്ടുകയാണ്. അപ്പോൾ അതിൽ കുറച്ച് ഡ്രസ്സുകളാണ്. അപ്പോൾ അത് നമ്മുടെ വിക്രമത്തിന് വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ വിശ്വം പറയുന്നുണ്ട് പണ്ട് അച്ഛൻ ഇതുപോലെ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ നിനക്കുള്ള ഡ്രസ്സ് ഞാൻ വാങ്ങി മാറ്റി വെച്ചിട്ട് നിനക്ക് ഡ്രസ്സില്ലെന്ന് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാനാണല്ലേ നിനക്ക് ഡ്രസ്സ് എടുത്ത് തരുന്നത്, പുതിയ ഡ്രസ്സ്. അപ്പോൾ എപ്പോഴും പറയും ആര് വാങ്ങി തന്നില്ലെങ്കിലും എനിക്ക് എൻ്റെ ഏട്ടൻ വാങ്ങിത്തരും എന്നൊരു വിശ്വാസം ഉണ്ടല്ലോ, അത് മതി. പിന്നെ വലുതായി കഴിഞ്ഞതിന് ശേഷം നീ അറിഞ്ഞിട്ടുണ്ട് അത് അച്ഛൻ വാങ്ങുന്നതാണ് ഞാൻ വാങ്ങുന്നതല്ലെന്ന്, എങ്കിലും നീ അത് ഒരിക്കലും തിരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. അപ്പോൾ എന്തായിരുന്നാലും അതൊക്കെ എനിക്ക് മതി എന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ
ഇടയിൽ നമ്മുടെ വിക്രം ഓടി വന്ന് വിശ്വത്തിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കുറച്ച് നേരം കരയാണ്. അപ്പോൾ ആ സഹോദരന്മാരുടെ ആ സ്നേഹം അവിടെ വ്യക്തമാവുകയാണ്. അത് കഴിഞ്ഞ് അവരൊക്കെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. പോയി കഴിയുമ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ ഈ കാണിച്ച ഈ സ്നേഹത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അതിവിടെ എല്ലാ പേർക്കും ഉണ്ട്. അത് കഴിഞ്ഞ് വേദ പറയുന്നുണ്ട്, അതിഞ്ഞെടുക്കാൻ ഞാൻ കൊണ്ട് വെക്കാമെന്ന് പറഞ്ഞ് വിശ്വം കൊണ്ടുവന്ന് കൊടുത്ത കവറിനെ വിക്രമിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി വേദ കൊണ്ടുവന്ന് വെക്കുകയാണ്. പിന്നെ കുറച്ച് നേരം വിക്രം ഇങ്ങനെ എന്തോ ആലോചിച്ച് ആ മുറിയിൽ ഇങ്ങനെ നിൽക്കുന്നു. അതോടെ ആ രംഗം അവിടെ തീരുകയാണ്. പിന്നെ പിറ്റേന്ന് അടുത്ത ദിവസത്തെ ഒരു രംഗമാണ് കാണിക്കുന്നത്. വേദയും ശ്രീജയും കൂടി കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാൻ വേണ്ടി പോകണം. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി 100-500 രൂപയുടെ സാധനം വാങ്ങി. എന്നിട്ട് കടയിൽ നിന്ന് അവർ പൈസയെല്ലാം കൊടുത്തിട്ട് ഇറങ്ങുകയാണ്. ശ്രീജയാണ് പൈസയൊക്കെ കൊടുത്തിട്ട് ഇനി ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ശ്രീജ പറയുന്നുണ്ട്, കുറച്ച് ദിവസമായിട്ട് അച്ഛന് പിന്നെ കൃഷിയൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പോൾ സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നത്, എന്താ വില എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ വേദ പറയുന്നുണ്ട്, എനിക്ക് ശ്രീജേട്ടത്തിയുടെ ഒരു കാര്യം ചോദിക്കട്ടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രീജ ചോദിക്കുന്നത് വിക്രമിനെ കുറിച്ചാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് അതെ എന്ന് പറയുന്നുണ്ട്. അപ്പം വിക്രം എന്താ ഇങ്ങനെ ആവാൻ കാരണം എന്നിങ്ങനെ ശ്രീജയോട് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീജ ഇതിന് മുമ്പത്തെ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിശ്വത്തിൻ്റെ അടുത്ത്, ഇനി എന്തായിരുന്നാലും നമ്മുടെ വേദ ചോദിക്കുന്ന സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് ആ കുട്ടിയോട് പറയുമെന്നുള്ളത് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രീജ വിക്രമിനെ കുറിച്ചുള്ള കഥകളൊക്കെ നമ്മുടെ വേദയോട് പറയാനായി പോവുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ശ്രീജേട്ടത്തി എന്തായിരുന്നാലും പറയൂ, എന്തായിരുന്നാലും അച്ഛനും അമ്മയും ഒന്നും എന്നോടൊന്നും തുറന്ന് പറയുന്ന ലക്ഷണമൊന്നുമില്ല. പലപ്പോഴും ഞാൻ ശ്രീജേട്ടത്തിയോട് ചോദിച്ചിട്ടുള്ളതാണ്, പക്ഷേ അന്നൊക്കെ പല പല കാരണങ്ങളാൽ അത് പറയാതെ പോയി. ചിലപ്പോൾ ഭൂതകാലം എന്തിനാ തിരയുന്നതെന്ന് കരുതി ഞാനും അതിൻ്റെ പിറകെ പോയില്ല. പക്ഷേ എനിക്കിപ്പോൾ അറിയണം, കാരണം അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും വിക്രമിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാലോ എന്നൊരു തോന്നൽ. ശ്രീജേട്ടത്തിയുടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല വിക്രം എന്ന് ശ്രീജേട്ടത്തി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ശ്രീജ പറയാം, അതിനെന്താ സംശയം, അങ്ങനെയൊന്നും ആയിരുന്നില്ല. നമ്മൾ പറയാറില്ലേ വീട്ടിൻ്റെ വിളക്കാണ് എന്നൊക്കെ, അതുപോലെ ഒരാളായിരുന്നു നമ്മുടെ വിക്രം. എല്ലാ പേർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു. നമ്മുടെ വിക്രമിനെ പോലെ ആവണം കുട്ടികൾ എന്ന് വരെയായിരുന്നു പലരും പറഞ്ഞിട്ടുള്ളത്. അത്രയ്ക്ക് നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ നമ്മുടെ വേദ ചോദിക്കുന്നു, പിന്നെ എങ്ങനെയാണ് ശ്രീജേട്ടത്തി ഇങ്ങനെ ആയത്, അങ്ങനെയുള്ള ഒരാൾ എന്തായിരുന്നാലും എനിക്കതൊക്കെ ഒന്ന് അറിയണമെന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രീജ പറയുന്നുണ്ട് പറയാം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ പഴയ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ സുധാകരൻ മാഷും വിക്രമും കൂടെ സൈക്കിളിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് പോയിട്ട് പറയുന്നുണ്ട്, മൂത്തവർ രണ്ടുപേരും ഞാൻ ഉദ്ദേശിച്ചതുപോലെ ആയില്ല, നീയെങ്കിലും ഞാൻ ഉദ്ദേശിച്ചതുപോലെ എത്തണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഞാൻ അച്ഛൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എത്തും, ഉറപ്പാണെന്ന് പറയും. അങ്ങനെ ഒരു ഫ്രൂട്ട്സ് കടയുടെ അടുത്ത് കൊണ്ട് നിന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഇന്ന് എക്സാം അല്ലേ, നീ ജ്യൂസ് കുടിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ പറയും വേണ്ട, നീ വീട്ടിൽ നിന്നൊന്നും കഴിച്ചില്ലല്ലോ എന്ന് പറയും. വിക്രം പറയും വേണ്ട എനിക്ക് ജ്യൂസൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ ഇല്ല കഴിച്ചേ പറ്റുള്ളൂ എന്നുണ്ട്. കടയുടെ മുമ്പിൽ ചെന്നിട്ട് പറയും ഒരു ജ്യൂസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, മാതളത്തിൻ്റെയാണ്. അപ്പോൾ പറയും ഒന്ന് മതിയെന്ന് പറയുമ്പോൾ ആ ഒന്ന് മതി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ ജ്യൂസ് ഉണ്ടാക്കുന്ന കടയിലെ ആൾ ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും പിന്നെ മാഷ് എവനെ ഇരുത്തിക്കൊണ്ടാണോ സൈക്കിൾ ചവിട്ടുന്നത്, ഇനി വിക്രം വേണം അച്ഛനെ ഇരുത്തിക്കൊണ്ട് പോകണമെന്ന് പറയുമ്പോൾ വിക്രം പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, പക്ഷേ അച്ഛൻ കേൾക്കാറില്ല എന്നിങ്ങനെ പറയണം. അപ്പോഴത്തേക്കും നമ്മുടെ ആ ജ്യൂസ് കടക്കാരൻ പറയുകയാണ്, അതെങ്ങനെയാണ് ഇപ്പോഴും നീ കുഞ്ഞു കുട്ടിയാണെന്നല്ലേ മാഷിൻ്റെ വിചാരം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും മാഷ് പറയും, അതിപ്പോൾ എത്ര വളർന്നാലും നമ്മുടെ സ്വന്തം മക്കൾ എപ്പോഴും കുട്ടികളെ പോലെ തന്നെ ആയിരിക്കില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് സുധാകരൻ മാഷ് പറയുന്നുണ്ട്, ഇവൻ എൻ്റെ മകൻ മാത്രമല്ല എൻ്റെ നല്ലൊരു കൂട്ടുകാരനും കൂടെയാണ് എന്ന് പറഞ്ഞിങ്ങനെ തോളിൽ കൈയിടണം. അപ്പോഴത്തേക്കാണ് ആ കടക്കാരൻ പറയുന്നുണ്ട്, അത് ശരി, അതുകൊണ്ടാണല്ലോ രണ്ടുപേരും കൂടെ തോളിൽ കൂടെ കൈയിട്ടുകൊണ്ട് നടക്കുന്നത്. അങ്ങനെ ആ രംഗം അവസാനിച്ചിട്ട് അവിടെ തീരുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീജയും വേദയും കൂടെ ഒരു ടീ ഷോപ്പിലിരുന്ന് ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് കഥ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീജ പറയുന്നുണ്ട്, അച്ഛൻ അന്ന് പറഞ്ഞത് വളരെ ശരിയായിരുന്നു, അവരങ്ങനെ തന്നെ ആയിരുന്നു, നല്ല കൂട്ടുകാരെ പോലെ ആയിരുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് ശ്രീജ പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയുകയാണ്, അത് ശരിയാണ്, ഇപ്പോൾ കേട്ടിട്ട് തന്നെ ഒരുപാട് രസം തോന്നുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ആയിരുന്നോ എന്ന് കേൾക്കുമ്പോൾ അതിശയം തോന്നും ശ്രീജേട്ടത്തി എന്ന് പറയണം. എന്നിട്ട് പറയുകയാണ്, പിന്നെ അവന് ഒരുപാട് കൂട്ടുകാരൊന്നും ഇല്ലായിരുന്നു, അവൻ്റെ ഏറ്റവും കൂട്ടുകാർ കൂടുതലും പെൺകുട്ടികളായിരുന്നു, പെൺകുട്ടികളോടൊപ്പമൊക്കെ പോയിരുന്ന് കളിക്കലൊക്കെ ആയിരുന്നു അവൻ്റെ ജോലി. പിന്നെ അമ്മ പറയും അവനെ പെണ്ണിനെ പോലെയാണ് ഞാൻ വളർത്തിയത്, പെണ്ണിനെ പോലെ ഒരുക്കി എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, അമ്മയ്ക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറയണം. അപ്പം നമ്മുടെ വേദ പതുക്കെ ചോദിക്കണം, പിന്നെ എങ്ങനെയാണ് ഈ രാധയുമായിട്ട് ചെറിയ ആ ഒരു ബന്ധം വന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ഓഹോ അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചതല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ അപ്പോൾ ആ രംഗം അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നാളത്തെ രംഗം നല്ല അടിപൊളിയായിരിക്കും. നമ്മുടെ വിക്രമിന് എന്താണ് സംഭവിച്ചത്, വിക്രം എങ്ങനെയൊക്കെ ആയിരുന്നു
ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാൻ കഴിയും. അപ്പോൾ നല്ലൊരു എപ്പിസോഡുമായി നാളെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണണം. കണ്ട് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിക്കുന്നു. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.